ഗസയിൽ നിന്നുള്ളതാണ്. ആശ്വാസകരമായ വാർത്ത. അനിശ്ചിതത്വങ്ങൾക്കൊടുവിൽ ബന്ദികളെ മോചിപ്പിച്ചു. അപ്പോൾ കഴിഞ്ഞ ദിവസം ഹമാസ് ജയിലിലാക്കിയിരുന്ന 3 ഇസ്രയേലി യുവതികൾ അവരെയാണ് വിട്ടയച്ചത്. ഇസ്രയേൽ ജയിലിൽ കഴിഞ്ഞിരുന്നവരെയും വിട്ടയച്ചിട്ടുണ്ടല്ലേ? 90-ലധികം പലസ്തീനികൾ ജന്മനാട്ടിലെത്തിയിട്ടുണ്ട്. ഗസയിൽ സമാധാനത്തിന്റെ ദിനങ്ങൾ പുലരുന്നതിന്റെ ആദ്യ സൂചനകളായി ഈ ദൃശ്യങ്ങൾ. പക്ഷേ ഇനിയും ഗസയുടെ പുനർനിർമ്മാണം അടക്കമുള്ള കാര്യങ്ങൾ, വളരെ ടഫായിട്ടുള്ള കാര്യങ്ങൾ വരാനിരിക്കുന്നുണ്ട്. ആ ഒരു പാക്കേജിലേക്ക് പോകാം. 471 ദിവസത്തെ കാത്തിരിപ്പ്. ഗസയിൽ തീമഴ പെയ്യിച്ച് തിരഞ്ഞിട്ടും ഇസ്രയേൽ സേനയുടെ കണ്ണെത്താത്ത ഇരുട്ടിൽ ഹമാസ് മറച്ചുവെച്ചവരിൽ 3 പേർ സ്വതന്ത്രരായി. ഇന്ത്യൻ സമയം രാത്രി 7:30 ബന്ദി കൈമാറ്റത്തിന്റെ തുടക്കം. ഹമാസ് താവളത്തിൽ നിന്ന് 3 വനിതകൾ റെഡ് ക്രസന്റ് വാഹനത്തിലേക്ക്, അവിടെ നിന്ന് ദക്ഷിണ ഇസ്രയേലിലുള്ള ക്യാമ്പിലേക്ക്. We welcomed home 3 hostages, 3 young women, after 471 days in Hamas captivity. ഏറെ വൈകാതെ 3 പേരും ഇസ്രയേൽ താവളത്തിൽ. മോചിതരായ സന്തോഷത്തിൽ വീട്ടുകാരുമായി വീഡിയോ കോൾ. ഇസ്രയേലിൽ ആഹ്ലാദ പ്രകടനം. ഇസ്രയേൽ തടവറയിൽ നിന്ന് മോചിതരാകുന്ന പലസ്തീൻകാരെ സ്വീകരിക്കാൻ ഗസയിൽ ഒരുക്കങ്ങൾ. തകർന്നടിഞ്ഞ ഗസയിൽ വെടിനിർത്തലിന്റെ ആശ്വാസ കണ്ണീർ. ഇസ്രയേൽ ജയിലറയിൽ കഴിഞ്ഞ സ്ത്രീകളും കുട്ടികളുമടങ്ങിയ 95 പേർ പലസ്തീനിലേക്ക്. ലോകത്ത് സമാധാനം ആഗ്രഹിക്കുന്ന മനുഷ്യർ ആശ്വാസത്തോടെ പുഞ്ചിരിച്ചു. ആഗ്രഹിക്കാം, ഗസയിൽ സമാധാനത്തിന്റെ ദിനങ്ങൾ പുലരട്ടെ. റിസർച്ച് ഡെസ്ക് 24.